അപ്പോൾ 100 ദിവസങ്ങളാവുകയാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. 100 ദിവസം കണ്ട് ഒരു അത്ഭുതങ്ങൾ കാണിച്ച ഒരു സർക്കാരാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. അതൊക്കെ നമുക്ക് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല കേന്ദ്ര ഗവൺമെൻറ്. മറ്റ് സ്റ്റേറ്റുകൾ കിട്ടുന്നതൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം. എനിക്കൊന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു ലോങ്ങർ വിഷൻ ഉണ്ട്. അച്ഛൻ്റെ എപ്പോഴും പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ കൃത്യമാണ്. എല്ലാത്തിനെ സംബന്ധിച്ചും പുള്ളി കൃത്യമായ വിഷൻ പറയാറുണ്ട്. സതീശൻ അങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അഡ്വൈസേഴ്സിനാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ഇത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യം. KSRTCക്കൊക്കെ അതിന് വേറെ മാർഗ്ഗങ്ങൾ നോക്കണം. അല്ലാണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ 10 രൂപ കൊണ്ടല്ല KSRTC ഒക്കെ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്നത്. അതൊക്കെ പഴയ കാലത്തായിരുന്നത്. എന്നുവെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട്. അവരുടെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് വലിയ പ്രോജക്റ്റുകളുടെ പിന്നാലെ പോകുന്നത്. അത് ശരിയല്ല എന്നതാണ്. അത് ഇത്തവണ ഈ ഓണത്തിന് 13 ഇനവും കൃത്യമായിട്ട് കൊണ്ടുവന്നു നിറച്ചു, എല്ലാം സബ്സിഡി കൊടുത്തു. ഈ ഓണത്തിന് നമുക്ക് വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. വിലക്കയറ്റം കൊണ്ടുവന്നൊരു ബഹളം മാർക്സിസ്റ്റുകാർ പോലും പറയുന്നില്ലല്ലോ. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ജോസഫ് വാഴക്കനാണ്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ 100 ദിവസങ്ങളാവുകയാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി 100 ദിവസം പ്രായമാകുന്നു എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിനെ വിലയിരുത്തുന്നത്? 100 ദിവസം കണ്ട് ഒരു അത്ഭുതങ്ങൾ കാണിച്ച ഒരു സർക്കാരാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലിരുന്നൊരു ഗവൺമെൻറ്റാണ്. ഒരു കാര്യങ്ങൾക്കും പണമില്ലാതെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങിച്ച് ജീവനക്കാർക്കുള്ള ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ അവരുടെ DAയുടെ കുടിശ്ശികകൾ വന്ന് നമ്മുടെ ക്ഷേമ പെൻഷനുകളിൽ നിന്ന് മുഴുവൻ പൈസ വായ്പയായി സർക്കാർ എടുത്ത് ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. എങ്ങനെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ഒരു നിലയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുതുയുഗ യാത്ര, ഞങ്ങളെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തിയ യാത്ര, ആ യാത്രയിൽ അദ്ദേഹം അക്കമിട്ടായിരുന്നു സംസാരിക്കുന്നത്. പ്രസംഗം കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. കേരളത്തിന് എന്തൊക്കെയാണ് പ്രതിസന്ധികൾ, അതിനെന്താണ് ഞങ്ങളുടെ പരിഹാരം, 1, 2, 3 വെച്ചാണ് അതിന് ഓരോന്നിനുമുള്ള പരിഹാരം കൂടെ നിർദ്ദേശിച്ചായിരുന്നു ആ യോഗം. അതായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കിയതാണ്, വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കി. ഖജനാവിൽ പണമില്ല, ആ പണം അത് ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ആദ്യം പറഞ്ഞിരിക്കുന്നത് നികുതി പിരിവ്, അത് വളരെ ദയനീയമാണ്, ഒരുപാട് ചോർച്ച സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് നികുതി പിരിവ് ഞങ്ങൾ എഫക്റ്റീവാക്കും. അങ്ങനെ പല പല മാർഗങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന് ഏതൊക്കെ വഴിയിലാണ് നമുക്ക് സാമ്പത്തികം പോകുന്നത്, അത് ഏതൊക്കെ രീതിയിൽ നമ്മളത് അടയ്ക്കും, ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരും, പുതിയ മാർഗങ്ങൾ, സമുദ്രത്തിൻ്റെ അനന്തമായ സാധ്യതകൾ, അത് ട്രാഫിക്കിൻ്റെ കാര്യത്തിലും മറ്റ് ടൂറിസത്തിൻ്റെ മേഖലയിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി സംസാരിച്ചാണ് പോയത്. അത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കി. അതിലേക്കൊരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനകത്തൊക്കെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേരളത്തിൽ പലപ്പോഴും വിവാദമാക്കുന്നത് ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കേന്ദ്രത്തിൻ്റെ അങ്ങനെ അതൊരു പരിധിവരെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ചില പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ചില വിഭാഗങ്ങളെയൊക്കെ ഇളക്കാമെന്നുള്ള തെറ്റിദ്ധാരണയിലൊക്കെയാണ് ഈ പല പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു വികസനമാണ് നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടെങ്കിൽ അതിന് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോഴ്സിൽ പണം കിട്ടാവോ അതെല്ലാം നമ്മൾ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് ഏത് മേഖലയാണെങ്കിലും. കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. അതൊക്കെ നമുക്ക് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല കേന്ദ്ര ഗവൺമെൻറ്. നമ്മുടെ അവകാശം കൂടിയാണ്. ആ അവകാശത്തിൽ നമുക്ക് കിട്ടാനുള്ളത് മറ്റ് സ്റ്റേറ്റുകൾ കിട്ടുന്നതൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പുതിയ പ്രോജക്റ്റ് കൊണ്ടുവച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതും വാങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ പ്രൈവറ്റ് മേഖല നമ്മൾ പരമാവധി ഉപയോഗിക്കണം. നമ്മുടെ പൊതുമേഖല അതിനെക്കുറിച്ചൊക്കെ ഒരു പുനഃപരിശോധന നടത്തണം. അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എഫക്റ്റീവാണോ, ഇതിനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, പ്രയോജനമില്ലാത്തതൊക്കെ നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു കാഴ്ചപ്പാട് കാണുന്നുണ്ട് ഈ കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ. മാത്രമല്ല ഇപ്പം കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള കേരളത്തിലെ വലിയൊരു പരാതി ഉണ്ടായിരുന്നു ഓരോ മേഖല. ഇപ്പം ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ അത് പലപ്പോഴും സമയത്ത് കിട്ടാറില്ലായിരുന്നു.
ഇന്ന് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയൊക്കെ ഏതാണ്ട് പൂർണ്ണമായും കൊടുത്തു തീർത്തു പോയി. ഇപ്പൊ പ്രിയദർശിനി സൗജന്യ യാത്ര കൊടുത്തു തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന പ്രചരണം എന്ന് പറയുന്നത് ഇനി കേരളം പട്ടിണി കിടക്കും, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടില്ല എന്നൊക്കെ അതെ, പറയുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രിയദർശിനിയൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ സഹോദരിമാരെല്ലാം അതിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഞങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, KSRTCക്കൊക്കെ അതിന് വേറെ മാർഗ്ഗങ്ങൾ നോക്കണം. അല്ലാണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ 10 രൂപ കൊണ്ടല്ല KSRTC ഒക്കെ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്നത്. അതൊക്കെ പഴയ കാലത്തായിരുന്നത്. ഇതിനൊക്കെ വേറെ ഒരുപാട് പിന്നെ വേറെ വഴികളുണ്ട് ഇതിനൊക്കെ സാമ്പത്തികമായി നമുക്ക് ഇതിനെയൊക്കെ ശക്തിപ്പെടുത്താനുള്ള. അതെ, ഈ KSRTC ബസ് സ്റ്റാൻഡുകളെല്ലാം ഇരിക്കുന്നത് ഈ പ്രധാന നഗരങ്ങളുടെ ഹൃദയഭാഗത്താണ്. അപ്പോൾ അവിടെ മറ്റ് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഷോപ്പുകളുമായി ബന്ധപ്പെട്ട് അല്ല, വേറെ ഒരുപാട് തരത്തിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഈ സെൻട്രലിലൊക്കെ ഉള്ള അത് ഈ KSRTC ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിനൊക്കെ പൊന്നിൻ്റെ വിലയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും സ്വത്തുള്ള വേറൊരു പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, ഇത്രയും വലിയ ഭൂസ്വത്തുള്ള മൂല്യമുള്ള വലിയ ജന്മിമാരാണ് അവർ യഥാർത്ഥത്തിൽ. എന്നിട്ടാണ് ഈ പട്ടിണി ദാരിദ്ര്യം പറയുന്നത്. അപ്പം അതിനൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മതി. അതുപോലെ ഇപ്പം നമ്മുടെ ഒരു പ്രയോറിറ്റി, സതീശൻ്റെ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി വയ്ക്കുന്നത് അവർ പിന്നെ ഏറ്റവും അത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ, സതീശൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മുടെ പുതിയ യാത്രയുടെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് ഈ ഗവൺമെൻറ്റിന്, അന്നത്തെ ഗവൺമെൻറ്റിന്, പിണറായി ഗവൺമെൻറ്റിന് പ്രയോറിറ്റി ഇല്ല. എന്നുവെച്ചാൽ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട്, അവരുടെ പിന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ് വലിയ പ്രോജക്റ്റുകളുടെ പിന്നാലെ പോകുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചാൽ അവർക്ക് കിട്ടുന്നത് നക്കപ്പിച്ച പൈസയാണ്, ചെറിയ തുകകളാണ് കിട്ടുന്നത്. അതിന്മേൽ നമ്മൾ ഒരു കാരണവശാലും കൈവെക്കാൻ പാടില്ല. അത് കൃത്യമായി കിട്ടിയിരിക്കണം. അതായിരിക്കും നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 100 ദിവസം കൊണ്ട് തങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ ഉള്ള ജീവനക്കാരാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ആശാ വർക്കേഴ്സാണെങ്കിലും, നമ്മുടെ ഹരിതകർമ്മസേനയിൽപ്പെട്ടവരാണെങ്കിലും, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഹരിതകർമ്മസേനയ്ക്കൊക്കെ 1500 രൂപയാണ് ഓണത്തിന് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്ന അലവൻസ്. അതുപോലെ എല്ലാവർക്കും ഇപ്പം അത് ഇവർക്കെല്ലാ ശമ്പളവും കൂട്ടി. ആർക്ക് ആശാ വർക്കർമാരുടെ കൂട്ടി, ഹരിതകർമ്മസേനയുടെ കൂട്ടി, അംഗനവാടി ടീച്ചർമാരുടെ കൂട്ടി, ആയമാരുടെ കൂട്ടി, ഇങ്ങനെ എല്ലാ വിഭാഗം സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വെറും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ക്ഷേമനിധി എടുത്തു വെച്ച് മറ്റുള്ള വലിയ വൻ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന പരിപാടി നടക്കില്ല. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി കഴിഞ്ഞിട്ട് മാത്രം മറ്റു വലിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് വേറെ പണി നോക്കിക്കോണം. അതിന് ഇവരുടെ ഈ പിന്നെ ക്ഷേമനിധിയിലേക്ക് ഈ പാവങ്ങൾ അടയ്ക്കുന്ന തുകയുടെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഫണ്ട് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് എനിക്ക് 100 ദിവസത്തെ പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഓണവും സിവിൽ സപ്ലൈസും ഒക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആണ് ഈ പിന്നെ 13 ഇനം പിന്നെ പ്രോഡക്റ്റുകൾ, 13 ഇനം സാധനങ്ങൾ, അതാണ് നിത്യോപയോഗ സാധനങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ള മുളക്, അരി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതിനെല്ലാം സബ്സിഡി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ ഗവൺമെൻറ് കാലത്ത് ഞാൻ ഓർക്കുന്നില്ല അത്രമാത്രം, കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഈ 13 ഇനം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്നും സബ്സിഡി പലപ്പോഴും കിട്ടിയതില്ല. അത് സബ്സിഡിയുള്ള ഐറ്റമൊക്കെ 2-3 മാത്രമേ കാണുള്ളൂ. 8-10 ഐറ്റം അവിടെ കാണില്ല. സ്റ്റോക്കില്ല എന്ന് കാണും. അത് സബ്സിഡി ഇല്ലാത്ത കുറേ സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇത്തവണ ഈ ഓണത്തിന് 13 ഇനവും കൃത്യമായിട്ട് കൊണ്ടുവന്നു, നിറച്ചു, എല്ലാം സബ്സിഡി കൊടുത്തു. ഈ ഓണത്തിന് നമുക്ക് വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. വിലക്കയറ്റം കൊണ്ടുവന്നൊരു ബഹളം മാർക്സിസ്റ്റുകാർ പോലും പറയുന്നില്ലല്ലോ. ഇല്ല, പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് പച്ചക്കറിക്ക് വില കൂടി, ഉപ്പേരിക്ക് വില കൂടി, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ 100 ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ സിവിൽ സപ്ലൈസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് 14 രൂപയ്ക്ക് പഞ്ചസാര കൊടുത്തൊരു ക്യാമ്പയിൻ ഇടത് സർക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് മറക്കാൻ പാടില്ല. അവർക്ക് പഞ്ചാരയുടെ കാര്യം എനിക്കറിയത്തില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും പ്രത്യേകം പഞ്ചാരയ്ക്ക്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തമാശകളാണ്. അതല്ല, അതിലൊന്നും കാര്യമുള്ളതല്ല. പഞ്ചസാര കൊണ്ട് മാത്രമല്ല ജീവിക്കാൻ പറ്റത്തില്ല.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഇവിടെ ഇപ്പൊ എല്ലാവരും ഷുഗർ കട്ടാണ്. ആ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഷുഗർ കട്ട് ആവശ്യമാണ്. മാത്രമല്ല മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇത് വൈറ്റ് പോയിസൺ ആണെന്ന്. സത്യമായിട്ടും മിക്കവാറും ഇപ്പം ഡോക്ടേഴ്സൊക്കെ നമുക്ക് പഞ്ചസാര ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മാത്രം വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിനിട്ട് വേറൊരു പണി കൊടുത്താണെന്ന് തന്നെ എനിക്ക് സംശയം തോന്നുന്നു. അതെ, ഇപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെയും സപ്ലൈകോയും നല്ല മികച്ച രീതി, എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ 300 കോടിയുടെ വിറ്റുവരവ് നടന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. എല്ലാവരും സിവിൽ സപ്ലൈസിന് ഔട്ട്ലെറ്റ് ചെയ്യുന്ന സാധനം വാങ്ങുന്നത്, കാരണം അത്ര വലിയ ഡിഫറൻസാ മാർക്കറ്റ്. അതോടുകൂടി മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിലും വില കുറഞ്ഞു. കാരണം ഓപ്പൺ മാർക്കറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ ഇല്ലെങ്കിലല്ലേ ഓപ്പൺ മാർക്കറ്റിലേക്ക് ആളുകൾ കയറുന്നത്. ഇവിടെ വില കുറച്ച് കിട്ടുന്നില്ല, പിന്നെ അവിടെ പോയി വാങ്ങിക്കാമല്ലോ, വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഒരു ലാഭവും ഇല്ലെങ്കിൽ ഇവിടെ ലാഭമുണ്ട്, ഇവിടെ ജനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നു തോന്നുന്നത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വലിയ കച്ചവടവും നടക്കുന്നുണ്ട്, വലിയ വിറ്റുവരവും നടക്കുന്നുണ്ട്. ഇതൊക്കെ ബൾക്ക് പർച്ചേസിങ് വെളിയിൽ നിന്ന് നടത്തി കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ഈ ലാഭം എടുക്കേണ്ടെന്ന് വെച്ചാൽ മതി. ഇത് മേടിക്കാൻ പോകുന്നവൻ മുതലേ പിന്നെ അവിടെ സാധനം വാങ്ങാൻ വെളിയിൽ പോകുന്നവൻ മുതലേ കാശുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അതൊക്കെ വളരെ നിയന്ത്രിച്ച് നടത്താൻ അക്കാര്യത്തിൽ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും അനൂപിനും ഒക്കെ അഭിനന്ദിക്കാൻ കഴിയും. കാരണം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊടുത്തത് ഗവൺമെൻറ് തന്നെയാണ്, ധനകാര്യ വകുപ്പാണ്, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അത് വളരെ നല്ല രീതിയിലൊരു കോർഡിനേഷൻ അവിടെ നടന്നു. അത് കഴിഞ്ഞ് കാരണം അധികാരത്തിൽ കയറിയ അന്ന് മുതലേ അതിൻ്റെ കോർഡിനേഷൻ ആരംഭിച്ചത് കൊണ്ടാണ് ഇത്ര ഭംഗിയായ ഓണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാരണം അന്ന് തന്നെ പിന്നെ ആ ഫസ്റ്റ് പ്രയോറിറ്റി ഓണം വരാൻ പോകുന്നു 2 മാസത്തിനകം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അന്ന് മുതലേ പർച്ചേസ് ചെയ്യാനായിട്ട് കേരളത്തിന് വെളിയിലൊക്കെ പല മാർക്കറ്റുകളിൽ നിന്ന് വേണമല്ലോ ഇത് സംഭരിക്കാൻ. എനിക്കൊന്ന് എല്ലാ കാര്യങ്ങളിലും ഒരു ലോങ്ങർ വിഷൻ ഉണ്ട്, ഉടനടിയുള്ള സൊല്യൂഷൻ അല്ല. സതീശൻ്റെ എപ്പോഴും പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ കൃത്യമാണ്. എല്ലാത്തിനെ സംബന്ധിച്ചും പുള്ളി കൃത്യമായ വിഷൻ പറയാറുണ്ട്. അതാണിപ്പം കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രധാനമായിട്ടും പോർട്ട്, കേരളത്തെ സംബന്ധിച്ച് നിരവധി പോർട്ടുകളുണ്ട്, നമുക്ക് വലിയ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാകുന്ന മാറ്റം, കേരളത്തിൻ്റെ റോഡുകളുടെ കൺജക്ഷൻ കുറയുക, നേരെ ട്രാൻസ്പോർട്ടിങ് കടൽ വഴിയാക്കുക, അത് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുണ്ട്, വലിയ സമയലാഭം ഉണ്ടാക്കുന്നുണ്ട്. റോഡുകൾ കുറേ കൂടെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വലിയ വലിയ കാഴ്ചപ്പാട്, അത് ടൂറിസം മേഖലയെ സംബന്ധിച്ച് വലിയ കാഴ്ചപ്പാട്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഒരുപാട് വായിക്കാറുണ്ട്, അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ AI പോലും പുള്ളി വളരെ കൃത്യമായി അതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുള്ള ആളുകൾ പുതിയ തലമുറയെ വന്നു കഴിഞ്ഞാൽ അവരുടെ നേതൃത്വത്തിലേക്ക് ഗവൺമെൻറ് വന്നാലേ നമുക്ക് വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം പിണറായി വിജയനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 8-9 അഡ്വൈസേഴ്സായിരുന്നു. അപ്പോൾ ഈ അഡ്വൈസേഴ്സ് പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് സ്വന്തമായ ഒരു കാഴ്ചപ്പാടോ സ്വന്തമായിട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 8-9 അഡ്വൈസേഴ്സിനെ വെച്ചിട്ട് അവർ കൊടുക്കുന്ന അഭിപ്രായങ്ങളനുസരിച്ച് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ച. സതീശൻ നേരെ തിരിച്ചാണ്. സതീശൻ അങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അഡ്വൈസേഴ്സിനാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ ഇത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻപ് പിണറായി സർക്കാരിന്റെ കീഴിൽ ഒരുപാട് വകുപ്പുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ VD സതീശന്റെ കാര്യം നോക്കിയാലും ഈ പറഞ്ഞ കുറേ വകുപ്പുകൾ കയ്യിലുണ്ട്. പക്ഷേ ഇതെല്ലാം സമഗ്രമായി നോക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. പല വകുപ്പുകളും വിട്ടുപോയി എന്നുള്ളൊരു പരാതി കേൾക്കുന്നില്ല. എല്ലാത്തിലും ഒരു ഈക്വൽ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കാരണം അല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ മന്ത്രിമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചെറിയ വകുപ്പുകളും എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രിയാണല്ലോ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി കൊടുക്കാത്തതെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ ഇങ്ങനെ പിന്നെ പൊട്ടും പൊടിയും ഉൾപ്പെടെ എല്ലാം നോക്കുമ്പോൾ വലിയ എണ്ണം കാണും. ആ എണ്ണത്തിലൊന്നും കാര്യമില്ല. അത് അലോട്ട് ചെയ്ത് കൊടുക്കാത്ത എല്ലാ വകുപ്പുകളും ചിലപ്പോൾ നമുക്ക് വളരെ അപ്രധാനമായിട്ടാണ് തോന്നുന്നതാണെങ്കിലും ആ വകുപ്പുകളെല്ലാം ഇതിൻ്റെ അകത്തായിരിക്കും. സ്വാഭാവികമായിട്ടും അതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മോണിറ്റർ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ എളുപ്പമുണ്ട്. മാത്രമല്ല ഫൈനാൻസ് മിനിസ്റ്ററും കൂടെയാണ് മുഖ്യമന്ത്രി. സാധാരണ കേരളത്തിൻ്റെ സമീപകാലത്തൊന്നും മുഖ്യമന്ത്രിമാർ ഫൈനാൻസ് വകുപ്പ് എടുത്തിട്ടില്ല. അത് സതീശൻ ആ വകുപ്പിനോട് പ്രത്യേക താല്പര്യമുള്ളതും ആ വകുപ്പ് അറിവുള്ളത് കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടും അദ്ദേഹം നിയമസഭയിൽ തന്നെ നേരത്തെ MLA ഒക്കെ ആയിരിക്കുമ്പോഴും ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസ് ബില്ലിലാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കാറുള്ളതും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതുമൊക്കെ.
അപ്പോൾ ആ വകുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയത് കൊണ്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അത് ഒരു പ്ലസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ. അതെ. ഇപ്പോ നിരത്തിലിറങ്ങി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാകണമെന്ന് മുറവിളി കൂട്ടിയ പ്രവർത്തകരെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല ഈ 100 ദിവസങ്ങൾ. ഉണ്ടായില്ല, ഇതുവരെ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതെ. കാരണം ഒരു വിഷൻ എനിക്കുണ്ട്, അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കൃത്യമാണ് കാര്യങ്ങൾ. രണ്ടാമതൊരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പ്രത്യേകത ഏതാണ്, എല്ലാം ഷാർപ്പാണ്, എല്ലാം വളരെ കൃത്യമാണ്, എല്ലാം പിന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നല്ല ഡേറ്റാസ് വെച്ചുകൊണ്ട് സംസാരിക്കും. അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവിൻ്റെ അതിൻ്റെ ഒരു വിഷൻ്റെ ഭാഗമാണ്. അത് പ്രാവർത്തികമാക്കാൻ പറ്റിയ വലിയ മാറ്റം നമുക്ക് സ്റ്റേറ്റിലുണ്ടാവും. അതെ. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു യുവാക്കൾക്ക് നിരാശയുണ്ടാക്കുന്ന മോഡിഫിക്കേഷൻ അനുവദിക്കില്ല എന്നുള്ള ഹൈക്കോർട്ടിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട്. അതൊരു അത് അപ്പം എനിക്ക് തോന്നുന്നത് സതീശൻ തന്നെ ഇവരിങ്ങനെ എപ്പോഴും ആവശ്യപ്പെടുമ്പം വരട്ടെ നമുക്കതിൽ പോകാം എന്നിങ്ങനെ പറയും. കാരണം അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനൊക്കെ നമുക്ക് നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, അത് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഏതൊക്കെ നിയമത്തിനകത്ത്, കാരണം നിയമവും കേന്ദ്ര നിയമമാണെങ്കിൽ എല്ലാം ഇത് രണ്ടും കൂടെ ചേർന്ന് പോകണമല്ലോ എടുക്കുന്ന തീരുമാനങ്ങളെ. അപ്പം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കേരള സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിനകത്ത് നടത്താൻ പറ്റുന്ന ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ പിന്നെ കോടതിക്കും നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ കോടതിക്കും അതനുസരിച്ചല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതെ. പിന്നെ ഈ വി.ഡി. സതീശൻ സർക്കാരിൽ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു നടപടിയോ നീക്കമോ ഉണ്ടായിട്ടുണ്ടോ? വേണ്ടായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ചില വിവാദങ്ങളുണ്ടാകും പെട്ടെന്ന് നമുക്ക് അത് വേണ്ടായിരുന്നു, അത് വേണമെങ്കിൽ നമുക്ക് അങ്ങ് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകാമായിരിക്കും. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എന്നാന്നുള്ളത് പിന്നീട് എല്ലാ ബുധനാഴ്ച ദിവസവും സതീശൻ വിശദീകരിക്കുമല്ലോ. വിശദീകരിക്കുമ്പം അതിന് മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരാഴ്ച നേരത്തെ ഈ പറയുന്ന വിവാദങ്ങളും സംശയങ്ങളൊക്കെ നിർത്താറുള്ളൂ. അതിന് വെച്ച് തന്നെ ആ ഒരാഴ്ച കൊണ്ട് ബുധനാഴ്ചത്തെ ബ്രീഫിങ്ങിൽ എല്ലാം അത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്.